2018 പ്രളയത്തിൽ ദേശീയപാതയിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ 57-ാം മൈലിന് സമീപം റോഡിലേക്ക് ഒലിച്ചിറങ്ങിയ പാറക്കെട്ടുകൾ നീക്കം ചെയ്തില്ല എന്ന് പരാതി. പാറയിൽ തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനാൽ ദേശീയപാത അധികൃതർ വിഷയത്തിൽ ഇടപെട്ട പാറകൾ നീക്കം ചെയ്യണമെന്ന് വാഹനയാത്രികരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. 2018 പ്രളയത്തിലാണ് ഉരുൾപൊട്ടിയതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ 57-ാം മൈലിന് സമീപം ദേശീയപാതയിലേക്ക് പാറക്കെട്ടുകൾ ഒലിച്ചിറങ്ങിയത്. ഈ സമയത്ത് ദുരന്ത നിവാരണ സംഘം ദേശീയപാതയിലുണ്ടായ ഗതാഗത തടസ്സം നീക്കുന്നതിനായി പാറക്കെട്ടുകൾ റോഡരികിലേക്ക് നീക്കി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനുശേഷം 2 വർഷം പിന്നിട്ടിട്ടും ദേശീയപാതയോരത്തെ പാറകൾ നീക്കം ചെയ്യുന്നതിന് നടപടിയുണ്ടായിട്ടില്ല. ഇതുമൂലം ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ പാറയിൽ തട്ടി അപകടം സംഭവിക്കുന്നതായി വാഹനയാത്രികരും നാട്ടുകാരും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അപകടഭീതി പരത്തുന്ന പാറ നീക്കം ചെയ്യണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പരാതി പറഞ്ഞിട്ട് എന്നിട്ട് അധികൃതർ ഇത് മാറ്റുന്നില്ല. പൊതുജനത്തിന് ബുദ്ധിമുട്ട്, വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട്, KSRTCയുടെ പെയിന്റുകളടക്കം അവർ കല്ലെ പതിഞ്ഞിരിക്കുന്നു. ഇത് കാലങ്ങളായിട്ട് ഇത് ഒത്തിരി തവണ പരാതിപ്പെട്ടിട്ടും അവർ നടപടി സ്വീകരിക്കുന്നില്ല. ശബരിമല സീസൺ എടുക്കാൻ പോകുന്നു. ജനങ്ങൾക്കും വണ്ടിക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട്. എല്ലാ സീസണും ഇതിവിടെ അപകടം ഉണ്ടാകുന്നു. ഇതിന് അധികൃതർ ആരും നടപടിയെടുക്കുന്നില്ല. ദേശീയപാതയിൽ 57-ാം മൈലിന് സമീപത്തെ കൊടുംവളവ് തിരിഞ്ഞെത്തുന്ന ഭാഗത്ത് പാറകൾ കിടക്കുന്നതിനാൽ അപകട സാധ്യത ഏറെയുമാണ്. കൂടാതെ വാഹനങ്ങൾ സൈഡ് കൊടുക്കുന്ന സമയം പാറയിൽ തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. ഏറെ വാഹനത്തിരക്ക് അനുഭവപ്പെടുന്ന ദേശീയപാതയിലെ ഈ അപകട സാധ്യതയ്ക്ക് ശബരിമല മണ്ഡലകാലത്തിന് മുൻപ് പരിഹാരം കാണണമെന്ന ആവശ്യമായാണ് വാഹനയാത്രികരും നാട്ടുകാരും ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.